ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ കൊട്ടാരക്കര ഡിപ്പോയുടെ പരിധിയിൽ വരുന്ന 2 നിയോജക മണ്ഡലങ്ങൾ കൊട്ടാരക്കര, ചടയമംഗലം രണ്ടിടത്തായിട്ടാണ് നമ്മൾ ഓണം ഫെയർ ഈ വർഷം നടത്തി വരുന്നത്. അപ്പം കൊട്ടാരക്കര ഓണം മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം രാവിലെ 9:30-ക്കായിരുന്നു. ഇപ്പം ചിഞ്ചുറാണി മേഡമാണ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. സബ്സിഡി ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ മാവേലി ഐറ്റംസ്, FMCG ഐറ്റംസ് ഇപ്പോൾ 2 മണി മുതൽ 4 മണി വരെ നമുക്ക് ഡീപ്പ് ഹവേഴ്സിൽ നമുക്ക് ജനങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിലാണ് ഓരോരുത്തർക്കും സാധനങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ആവശ്യത്തിന് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. പച്ചക്കറി അതുപോലെ തന്നെ പച്ചക്കറിയുടെ വിൽപ്പനയും നമ്മൾ ഹോർട്ടികോർപ്പിനെ ഏൽപ്പിച്ച് അവർ അത് ഭംഗിയായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ സപ്ലൈകോയിലെ സാധനങ്ങളോടൊപ്പം തന്നെ പച്ചക്കറിയും അവർക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ വർഷം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള സപ്ലൈകോ ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും പൊതുവിപണിയിൽ സാധനങ്ങൾക്കെല്ലാം വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഓണം ഫെസ്റ്റിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പൊതുവിപണിയെക്കാളും ഏറ്റവും കൂടുതൽ സാധനത്തിന് വില കുറച്ചുകൊണ്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വഴി സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ ഹോർട്ടികോർപ്പുമായി ചേർന്നുകൊണ്ടുള്ള പച്ചക്കറി വിപണനം ഉൾപ്പെടെയാണ് ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിഭവനായാലും അതുപോലെ കുടുംബശ്രീ ആയാലും നമ്മുടെ കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വില കൂട്ടി വാങ്ങിക്കുകയും അതുപോലെ ഏകദേശം 30% വില കുറച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് വേണ്ടി പണം മാറ്റിവെക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ഓണം മേളകളിലൂടെ നടത്തപ്പെടുകയും ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അത്യാവശ്യം ഫണ്ട് സിവിൽ സപ്ലൈസ് വഴി കൊടുക്കുവാനുള്ള കുറച്ചധികം ഫണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ സിവിൽ സപ്ലൈസുകളും ഈ കാലഘട്ടത്തിൽ തുറന്നു പ്രവർത്തിക്കുവാനും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന 14 കൂട്ടം സാധനങ്ങൾ ഇപ്പോഴും ലോഭമായി നമുക്ക് കൊടുക്കുവാനും സാധ്യമാണ്. അതുകൊണ്ടാണ് അരി ഉൾപ്പെടെയുള്ള, പഞ്ചസാര ഉൾപ്പെടെയുള്ള, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ വിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് 5 പൈസ വർദ്ധിപ്പിക്കാതെയായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഈ സബ്സിഡി സാധനങ്ങൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പയറിന് നമുക്കറിയാം മിനിമം 80 രൂപ ഉണ്ടെങ്കിൽ പുറത്ത് നമുക്ക് 130 രൂപ വരെ കിലോയ്ക്ക് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അരിയുടെ തന്നെ നമുക്കറിയാം 1 കിലോ അരിക്ക് പുറത്ത് വില 40-45 രൂപ കൊടുക്കും. നമ്മളിവിടെ 25 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന അരി അതിനകത്തൊക്കെ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ ചെലവിൽ തന്നെ ഇത്തവണ കുറച്ചൊരു ചെറിയ വർധനവ് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ സബ്സിഡി മുഴുവൻ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് എത്തിക്കുന്നത്.
മന്ത്രിയുടെ സൂചിപ്പിക്കപ്പെട്ടു. സഭയ്ക്ക് ഈ ഓണവുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന സർക്കാർ എത്രയേറെ പ്രയാസപ്പെട്ടാണ് ഈ സബ്സിഡി നിരക്കിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ സാധാരണ മനുഷ്യന് ഈ സാധനങ്ങളെല്ലാം നൽകുന്നതെന്ന് സൂചിപ്പിക്കപ്പെട്ടു. വയനാടിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്നത്. ഏതെല്ലാം ദുരിതങ്ങളും ഉണ്ടെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഓണം ഒരു നിറഞ്ഞു നിൽക്കുന്ന ആഘോഷമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുസമൂഹത്തിനാകെ പ്രയോജനം നടത്തി വളരെയധികം ഏകദേശം 25ഓളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പൊതു മാർക്കറ്റിനേക്കാൾ 50% മുതൽ വരെ വിലക്കുറവും സാധാരണ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിനാകെ പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ നമുക്കൊപ്പം ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയായ മന്ത്രി ശ്രീമതി കെ ചിന്തുറാണി അവർക്ക് സപ്ലൈകോയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷയായ ശ്രീമതി മിനി സുനിൽ അവർക്കും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവർക്കും സപ്ലൈകോയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ നാട്ടുകാരനുമായ ശ്രീമാൻ ഹരി വി നായർ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്യുകയും ആശംസാ പ്രശ്നം നടത്തുകയും ചെയ്ത അദ്ദേഹത്തിനും ഈ സപ്ലൈകോയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇന്നിവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നുള്ള എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും ബഹുജനങ്ങളെയും സർവാത്മന ഉപഭോക്താക്കളോട് സപ്ലൈകോയ്ക്കുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു. എണ്ണ സഹിതം പഞ്ചസാര ഉഴുന്ന ചോര എല്ലാം അത് നിങ്ങൾ ആവശ്യപ്പെടും. കാണും. അത് കാണാതെ എന്തായാലും നമുക്ക് തുടങ്ങാൻ എന്ത് കാര്യം.